നമ്മുടെ അടുത്തൊക്കെ ചില ആൾക്കാരൊക്കെ ഒരുപാട് നമ്മളെ പ്രീതിപ്പെടുന്ന രീതി ഭയങ്കര മധുരമായിട്ടൊക്കെ സംസാരിക്കും. കാരണം അവരുടെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും നമ്മളെ ഖണ്ഡിക്കുന്ന രീതി അല്ലെങ്കിൽ നമ്മളെ ദുഃഖിപ്പിക്കുന്ന രീതിയിലൊന്നും വരത്തില്ല. കാരണം അവർ അതേ രീതിയിൽ കറക്റ്റായിട്ട് അളന്ന് കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. കാരണം അവർ ആ ഒരു റേഞ്ചിൽ എപ്പോഴും അവർക്ക് നല്ല മാർക്ക് വേണമെന്ന് അവർ തന്നെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ അകറ്റി നിർത്തുന്നതാണ് നല്ലത്. കാരണം എന്താ പറയുക, അവർ എപ്പോഴും എല്ലാവരോടും അങ്ങനെ ആയിരിക്കും. നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ നിങ്ങളെ പറ്റി കുറ്റമായിരിക്കും പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നിങ്ങളുടെ ഒരു അത്യാവശ്യ കാര്യത്ത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ലൊരു ക്രൈസിസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവരൊന്നും ഇടപെടത്തൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഓടി വരുത്തുമില്ല. അതേസമയം നിങ്ങളുടെ അടുത്ത് ഒരു എന്താ പറയുന്നത്, ഒരു നല്ലതാണോ ചീത്തയാണോ ഒന്നും നോക്കാതെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന ആൾക്കാർ കാണും. എന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാതെ കൊണ്ടുപോകുന്ന ആൾക്കാർ. അപ്പോൾ അവരൊക്കെ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് ആവശ്യത്തിന് നമുക്ക് ഉപകരിക്കുന്ന ആൾക്കാർ. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ബന്ധുക്കാരാണെങ്കിലും അത് തന്നെ നമ്മുടെ എന്താ പറയുക റിയാലിറ്റി നമ്മൾ ഇപ്പോൾ എന്തൊരു കാര്യം ചെയ്ത് കൊള്ളത്തില്ലെന്ന് നമ്മുടെ മുഖത്ത് നോക്കി പറയുന്ന ആൾക്കാരില്ല, അവരാണ് ജെന്യൂന്. മറ്റവരൊക്കെ എന്ന് പറഞ്ഞാൽ കൊള്ളത്തില്ലെങ്കിലും അതിനെ അനുമോദിക്കുന്ന ആൾക്കാർ കാണും. നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറയും. പക്ഷേ അവർ അങ്ങോട്ട് മാറി നിന്നിട്ട് അവർ ചിരിക്കുമായിരിക്കും ഇങ്ങനെ കാണിക്കുന്നു പറഞ്ഞു. പക്ഷേ റിയാലിറ്റി നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇത് കൊള്ളത്തില്ലെന്ന് തന്നെ പറയും. ഇവിടെ ഇങ്ങനെ ചെയ്യരുതെന്നും പറയും. അത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല. മറ്റേത് അവരെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ അവർ പറയുള്ളൂ. മറ്റേ തിരിച്ച് ഇവരെ അതൊന്നും നോക്കത്തുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മൾ എന്ത് കാര്യം പറയാനുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ സ്നേഹിക്കാനും